ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചുള്ള ഫയലുകൾ പുറത്തുവിടാൻ അനുമതി. നീതിന്യായ വകുപ്പിന് US കോടതി നിർദ്ദേശം നൽകി. ഫയലുകൾ പുറത്തുവിടാനുള്ള ബില്ലിൽ കഴിഞ്ഞ മാസമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. അഖില CP വിവരങ്ങളുമായി ചേരുന്നു. അഖില, അങ്ങനെ ലോകത്തെ ഞെട്ടിച്ച ആ പീഡന രഹസ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അതേ ചെയ്തു. വലിയ വിവാദം സൃഷ്ടിച്ച ഒരു കേസാണ് ജെഫ്രി എപ്സ്റ്റീൻ്റേത്. ഈ നിരവധി പെൺകുട്ടികളെ, 100-ലധികം പെൺകുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു. അത്തരത്തിലുള്ള ഒരു കേസായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ്റേത്. ആ കേസിൽ ജെഫ്രി എപ്സ്റ്റീൻ 2006 ആദ്യമായി അറസ്റ്റിലാക്കുന്നത്. 2008 ഒരു വിചാരണ പൂർത്തിയാക്കി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് മറ്റു കേസുകളിൽ ജയിലിൽ കഴിയുന്നതിനിടെ 2019 ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രമുഖർ ഈ എപ്സ്റ്റീൻ പെൺകുട്ടികളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളൊരു വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. അതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്നുള്ളൊരു കാര്യവും ലോകം മുഴുവൻ ചർച്ചയായിരുന്നു. മാത്രമല്ല, ഈ ജെഫ്രി എപ്സ്റ്റീന് ഈ പിറന്നാൾ ദിനത്തിൽ ഡൊണാൾഡ് ട്രംപ് അയച്ചിരുന്ന സന്ദേശവും, ഒരു മെയിൽ സന്ദേശവും കഴിഞ്ഞ ദിവസം ഡെമോക്രാറ്റ് അംഗങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഡൊണാൾഡ് ട്രംപ് ഈ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ബില്ലിൽ കഴിഞ്ഞ മാസം ഒപ്പുവെച്ചത്. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന് പങ്കുണ്ട്, അതില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇത്രയും കാലം നടത്തിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ പുറത്തുവിടാൻ നീതിന്യായ വകുപ്പിന് US കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സേതു സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദം സൃഷ്ടിച്ച, വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു പ്രിൻസ് ആൻഡ്രൂസ്. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പ്രിൻസ് ആൻഡ്രൂസ് അടക്കമുള്ളവർക്ക്, പ്രിൻസ് ആൻഡ്രൂസിന് കഴിഞ്ഞ മാസമാണ് രാജപദവി നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു കേസാണ്. അപ്പോൾ ഇനി ഏതൊക്കെ പ്രമുഖരായിരിക്കും ഇതിൽ കുടുങ്ങുക എന്ന് കണ്ടറിയാം. സേതു, അതന്നെയാണ് അഖില. 2003 ഈ പറഞ്ഞ പോലെ എപ്സ്റ്റീനും ട്രംപും ഒക്കെ സുഹൃത്തുക്കളായിരുന്നു. അതിന് പിന്നാലെ എപ്സ്റ്റീന്, ഇപ്പോൾ അഖില പറഞ്ഞതുപോലെ, ട്രംപ് അദ്ദേഹത്തിൻ്റെ ജന്മദിന ആശംസകളൊക്കെ നേർന്നുകൊണ്ട് അയച്ച ഈ മെസ്സേജുകളും ഫോൺ കോളിൻ്റെ വിഷയങ്ങളും അശ്ലീല സന്ദേശങ്ങളും ഒക്കെയും കൈവശമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഡെമോക്രാറ്റുകൾ കൂടി ആരോപണമൊക്കെ ഉന്നയിച്ചാണ്. ആ ഘട്ടത്തിലാണ് ലോകത്തെ ഞെട്ടിച്ച ഈ ഇത്രയും വലിയ പീഡനക്കേസിൻ്റെ രഹസ്യം പുറത്തുവിടാൻ ഒരുങ്ങുന്നതും. എങ്ങനെയൊക്കെയാണ് ഈ വിഷയം ചർച്ചയാവുക, എന്തൊക്കെയാകും ഇതിൽ വരിക എന്നുള്ള കാര്യമാണ് ഏറ്റവും ആകാംക്ഷയോടെ ലോകം തന്നെ കാത്തിരിക്കുന്ന ഒരു കാര്യം. അഖില CP ആണ് വിവരങ്ങൾ നൽകിയത്.